കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. വേറെ ജോലിയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഈ റോഡ് കയറിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ വീടുകളിലേക്ക്, അല്ലാതെ ഇങ്ങോട്ട് വരാറില്ല വർഷങ്ങളായി. പണ്ട് കുറേ വർഷം നമ്മളെന്നും വന്നിരുന്നു, ശനി ഞായറും പിന്നെ അല്ലാതെ ഉള്ള ദിവസങ്ങൾ ഇവിടെ ആയിരുന്നു. നമ്മളെ അടിച്ചിട്ടങ്ങ് പോകും, വേറെ സീനൊന്നുമില്ല. നമ്മൾ ഉച്ചവാക്കിനാണ് പറഞ്ഞത്, ആ സമയത്തൊന്നും വലിയ സീനില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് പേല പറഞ്ഞത്. ഇപ്പോൾ ഭയങ്കര സീനാണ്, ഭയങ്കര സീനാണ് ഇവിടെ. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുള്ളൂ. അത് പിന്നെ വേറെ ലെവൽ സംഭവത്തിലേക്ക് പോകും. ഇവിടെ സീനാണ്, അതെന്തുകൊണ്ടാണെന്ന് ട്രിവാൻഡ്രംകാർക്ക് അറിയാം. പിന്നെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലാകും, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. ഈ ഏരിയയിൽ അതുകൊണ്ടാണ് പേല പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ടാസ്ക്കാണ്. എയറോപ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അങ്ങോട്ട്. ഹായ്, ഇപ്പം എന്താ ഒരു വലിയൊരു കാഴ്ചയാണ്. ഒരു എയറോപ്ലെയിൻ മറ്റൊരു എയറോപ്ലെയിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. അതോ കണ്ടില്ലേ? ഇതിലും വലിയൊരു കാഴ്ച ഇനി എവിടെ കിട്ടും? അതാണ് അതാ പോയിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ പരിപാടി ഒരുവിധം കഴിഞ്ഞു, ഇത്രയൊക്കെ തന്നെ. അതൊക്കെ ഇറങ്ങിയാലോ, ഇവിടെ നേരെ നിൽക്കണോ? പുഞ്ചക്കരിയിൽ ഇനി പോകണമെന്നാണ്. പുഞ്ചക്കരി പോകണില്ലെങ്കിൽ കുറച്ച് പേരും കൂടി ഇവിടെ നിൽക്കാം, വേറെ പ്രശ്നമില്ല. പക്ഷെ പുഞ്ചക്കരി പോകണില്ലെങ്കിൽ സീനാണ്. പുഞ്ചക്കരി പോകണോ? പുഞ്ചക്കരി ഇനി പോയാൽ ഇരുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇനി നല്ല അത്യാവശ്യം ലോങ് പോവുകയാണെങ്കിൽ ടയർ മാറ്റിയിട്ട് പോകുന്നതായിരിക്കും ഫ്രണ്ട്സ് നല്ലത്. കാരണം പണിയാണ്, ഭയങ്കര ഷോക്ക് ഉണ്ടായിരുന്നു നേരത്തെ അവിടെ വെച്ച്. ആ ടാസ്ക് ആയില്ലേ, ഒരു ഓട്ടോയിൽ മറ്റേ എൻ്റെ ഇടച്ചെന്ന് കയറിയ സമയത്ത്, ആ സമയത്ത് ഇതിൻ്റെ ടയർ നല്ല രീതിയിൽ സ്കിഡായി. ഗിയർ ബ്രേക്ക് ചെയ്തിട്ട് പോയി. ഞാൻ ബാക്കും പിടിച്ച്, കാരണം അവിടെ കൂടുതൽ ഗിയർ ബ്രേക്ക് ചെയ്യേണ്ട, ഫ്രണ്ടും ബാക്കും കൂടെ പിടിച്ച്. പക്ഷേ ആ സമയത്ത് ഭയങ്കര സീനായിരുന്നു. സോ വളരെ മോശം ഉണ്ടായിരുന്നു. അത് അത്ര നല്ല റോഡായിട്ട് പോലും അവിടെ സ്കിഡായെങ്കിൽ ആലോചിച്ചു.